ശ്വേതാ മേനോൻ എന്ന ധീരയായ വനിത, പാവയാവാൻ തയ്യാറാവാത്ത നിലപാടുകളുള്ള ധീരയായ വനിത, അതല്ലേ നമുക്ക് തോന്നിയത്? സത്യത്തിൽ ഇത് വല്ലതും ആണോ കാരണം? പാവമാവാൻ തയ്യാറാവാത്തോണ്ട് സംഘടനയുടെ ചുമതലകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ധീര വനിതയാണോ ശ്വേതാ മേനോൻ? എന്താണ് അവർ ഇറങ്ങിപ്പോകാനുള്ള കാരണം? ആ കാരണങ്ങളും അവരുടെ സഹപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേട്ടു നോക്കാം. നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ, ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഒരു അറിവുമില്ലാതെ, കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്തു. മൂപ്പര് ഓടിപ്പോയി തന്നെയാ ഞാൻ പറയുള്ളൂ. ഇവര് പറയുന്ന പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഉണ്ണി ശിവപാൽ മുങ്ങിയതല്ല. ഉണ്ണി ശിവപാലിനെ ഇവര് നിർബന്ധിത ലീവ് എടുപ്പിച്ചതാണ് ഈ ശ്വേതാ മേനോൻ. എന്തിനാണ് ഇവരിങ്ങനെ കള്ളം പറയുന്നത്? മാസങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ ഇടപെട്ട് തന്നെയാണ് ഉണ്ണി ശിവപാലിനെ നിർബന്ധിത ലീവ് എടുപ്പിച്ചത്. അത് ശ്വേതാ മേനോൻ തന്നെ പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. നമുക്ക് അതും കൂടി കേൾക്കാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ രാജിവെച്ചിരിക്കുന്നു. രാജി തുടർന്ന് അവർ നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ മീഡിയ ടോക്കാണ് മീഡിയ റെസ്പോണ്ടാണ് നമ്മളിപ്പോ കണ്ടത്. രാജിക്ക് കാരണമായിട്ട് അവർ പറഞ്ഞെന്താ പറയുക? കുറ്റാരോപിതരായ ചില ആളുകളുടെ കയ്യിലേക്ക് അമ്മ അസോസിയേഷൻ പോകുകയാണ്, അവരാണ് തന്റെ രാജിക്ക് പിന്നിൽ എന്നാണ് പറയാതെ ശ്വേതാ മേനോൻ പറയുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് മുൻപ് പല സ്ത്രീകളും പറഞ്ഞ പോലെ, അതായത് അമ്മ അസോസിയേഷനിൽ നിന്ന് നിരവധി സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പല ഇഷ്യൂസിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ രാജിവെച്ച് പോയിട്ടുണ്ട്. അവര് പറഞ്ഞ പോലെ തന്നെ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് കൈയാളാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന സംഘടനയാണ് അമ്മ എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഇവിടുന്ന് പടിയിറങ്ങി രാജിവെച്ച് പോകാനാണ് ശ്വേതാ മേനോൻ ശ്രമിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ രാജിവെച്ചത്? ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ. അത് പക്ഷെ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ലേഡിയാണെന്നുള്ള കാർഡ് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഈ കാർഡ് വെക്കുന്നതോടുകൂടി മറ്റുള്ള വിഷയങ്ങളൊക്കെ അലിഞ്ഞു പോയല്ലോ. യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനാണ് ഇവർ ഇത്തരം കാർഡുകളൊക്കെ ഇടുന്നത്. അത്തരം ഒരു കാർഡ് തന്നെയാണ് ശ്വേതാ മേനോൻ ഇവിടെ ഉപയോഗിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് മാത്രമല്ല, ശ്വേതാ മേനോൻ ഇനിയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ, ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഒരു മെയിലും കൊടുക്കാതെ, ഒരു അറിവുമില്ലാതെ, കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്തു. മൂപ്പര് ഓടിപ്പോയി തന്നെയാ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവര് പറയുന്നത് അമ്മയുടെ ട്രഷററായ ഉണ്ണി ശിവപാൽ എന്ന ആളുണ്ടല്ലോ, അയാള് മുങ്ങി കണക്കൊന്നും കൊടുക്കാതെ എന്നാണ്. അദ്ദേഹത്തിനെതിരെ അമ്മ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. തൊഴിലിൽ നിന്ന് അന്യായമായി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ശിവപാലിനെതിരെ ഈ അമ്മ അസോസിയേഷന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പരാതി നൽകിയിരുന്നു. അതേ തുടർന്ന് മെയ് 1 തീയതി മുതൽ ഉണ്ണി ശിവപാൽ മുങ്ങി എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഉണ്ണി ശിവപാൽ മുങ്ങിയതല്ല. ഉണ്ണി ശിവപാലിനെ ഇവര് നിർബന്ധിത ലീവ് എടുപ്പിച്ചതാണ് ഈ ശ്വേതാ മേനോൻ. എന്തിനാണ് ഇവരിങ്ങനെ കള്ളം പറയുന്നത്? മാസങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ ഇടപെട്ട് തന്നെയാണ് ഉണ്ണി ശിവപാലിനെ നിർബന്ധിത ലീവ് എടുപ്പിച്ചത്. അത് ശ്വേതാ മേനോൻ തന്നെ പറയുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ്. നമുക്ക് അതും കൂടി കേൾക്കാം. നമ്മൾ ഇന്ന് 3 തീരുമാനങ്ങളാണ് എടുത്തുന്നത്. ഒന്ന്, നമ്മളുടെ അമ്മേന്ന് പോയ സ്റ്റാഫ് അതുല്യന്റെ ടെർമിനേഷൻ നമ്മൾ റീവോക്ക് ചെയ്തു. അത് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ട്രഷറർ ഉണ്ണീനെ നമ്മൾ ലീവിലേക്ക് പോകാനുള്ള ജനറൽ ബോഡി വരയ്ക്കും ഉള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രഷററായിരുന്ന ഉണ്ണി ശിവപാലിനെ ലീവിലേക്ക് പറഞ്ഞു വെച്ചത് ഇവർ തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ ഒരു പ്രസ്താവനയാണ് നമ്മൾ ഈ കണ്ടത്. എന്നിട്ട് അവരിപ്പം പറയുന്നത് എന്താ? ഉണ്ണി ശിവപാല് ആരോപണത്തെ തുടർന്ന് മുങ്ങി. പച്ചക്കളവല്ലേ ഇവര് പറയുന്നത് ഇത്രയും വലിയ എവിഡൻസ് മുന്നിൽ നിൽക്കുമ്പോ? വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1 തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീൻ്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിൻ്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്.
അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അതായത് കണക്ക് അവതരിപ്പിച്ചപ്പോ കുറച്ച് പൈസയുടെ ഷോർട്ട് അവിടെ ഇവിടെ ഒക്കെ കണ്ടു. അപ്പൊ ഇവര് പറയുന്ന അതിനുള്ള കാരണം പറയുന്നത് ഇതിന്റെ മുന്നത്തെ കമ്മിറ്റി ആയിരുന്ന ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് അത്. ഈ 10 മാസമായിട്ടുള്ള ഇവർ അധികാരത്തിൽ വന്നിട്ട് ശ്വേതാമേനോൻ അമ്മ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് കേവലം 10 മാസമായിട്ടുള്ളൂ. ആ കാലയളവിൽ സംഭവിച്ചതേ അല്ല, ഇത് മുൻപ് സംഭവിച്ചതാണ് ഈ പിഴവ്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഈ തിരിമറി എന്ന ആരോപണം മുൻപ് സംഭവിച്ചതാണ്. അതായത് ബാബുരാജിന്റെ സമയത്ത് സംഭവിച്ചതാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ട് ബാബുരാജ് ഇതിനും മറുപടി പറയുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കേൾക്കാം. എന്റെ കമ്മിറ്റി എന്ന് പറയില്ല, ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദിഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ബാബുരാജ് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. ബാബുരാജ് എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടില്ല. അദ്ദേഹം കേവലം 3 മാസം ആയുസുണ്ടായിരുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗം മാത്രമായിരുന്നു. ഈ കമ്മിറ്റിയാണ് ശ്വേതാമേനോൻ കുറ്റം പറയുന്നത്. ശ്വേതാമേനോൻ പറയുന്നത് അവരുടെ കണക്കൊക്കെ പേച്ചു. 3 മാസം കൊണ്ട് എന്ത് തരത്തിലുള്ള കണക്കാണ് അവരുടെ കയ്യിൽ പേക്കാനുള്ളത്? ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല എന്താണ്? അതിന് കൃത്യമായ ഒരു നേതൃത്വം വരുന്നത് വരെയുള്ള അതിനെ നയിക്കുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിന്റെ അടുത്താണ് പ്രശ്നം എന്നാണ് ശ്വേതാമേനോൻ പറയുന്നത്. എത്ര ബാലിശമാണെന്ന് നോക്കിക്കേ. ഇവൻ എന്തിനെങ്ങനെ കള്ളം പറയുന്നത്? നേരത്തെ ഉണ്ണി ശിവപാലിന്റെ പേരിൽ കള്ളം പറഞ്ഞു, ഇപ്പതാ ഇതും പറയുന്നു. കുറ്റാരോപിതായ എല്ലാ ആൾക്കാരും ബാക്കി പേരുകൾ അത് അടുത്ത പ്രാവശ്യം ഞാൻ ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള വനിതാ നേതൃത്വത്തിൽ ആകെ അവിശ്വാസത്തിലാണോ? അല്ല, വനിതാ നേതൃത്വത്തിൽ ഇതിൽ വനിതയല്ല, ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. അതായത് അമ്മ അസോസിയേഷനിലെ ഒരു പാവ കമ്മിറ്റിയായി ഒരു പാവ പ്രസിഡന്റായി നിന്നെങ്കിലേ അതിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ശ്വേതാമേനോൻ പറയുന്നത്. അതിനവർ തയ്യാറല്ല എന്ന്. ഇത് കേട്ടപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? ശ്വേതാമേനോൻ എന്ന ധീരയായ വനിത, പാവയാവാൻ തയ്യാറാവാത്ത നിലപാടുകളുള്ള ധീരയായ വനിത, അതല്ലേ നമുക്ക് തോന്നിയത്? സത്യത്തിൽ ഇത് വല്ലതും ആണോ കാരണം? പാവാൻ തയ്യാറാവാത്തോണ്ട് സംഘടനയുടെ ചുമതലകളിൽ നിന്ന് ഇറങ്ങിപ്പോയ ധീര വനിതയാണോ ശ്വേതാമേനോൻ? എന്താണ് അവർ ഇറങ്ങിപ്പോകാനുള്ള കാരണം? ആ കാരണങ്ങളും അവരുടെ സഹപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേട്ടു നോക്കാം. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളൊന്നും ഒരു വ്യക്തത. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവിടെ തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. അല്ല, കണക്കിന്റെ പൊരുത്തക്കേടാണ് അവര് ശ്വേതയ്ക്ക് ഒരു വല്ലാതെ വല്ലായ്മ തോന്നി ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നത്. അതായത് ധീരയായ നിലപാടുള്ള വനിത ആയതുകൊണ്ടല്ല ശ്വേതാമേനോൻ രാജിവെക്കേണ്ടി വരുന്നത്. ആ കമ്മിറ്റിയിൽ അമ്മയുടെ വരവ് ചിലവ് കണക്കുകൾ അമ്മ അസോസിയേഷനിലെ അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാ ജനറൽ ബോഡിയിലും എല്ലാ കമ്മിറ്റികളും ഈ 32 വർഷമായിട്ട് എല്ലാ കമ്മിറ്റികളും ഇത്തരം വരവ് ചിലവ് കണക്കുകളെല്ലാം അവതരിപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ശ്വേതാമേനോൻ രാജിവെച്ചു. അവിടെ ഇനി നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം ശ്വേതാമേനോൻ തിരിച്ചറിയുന്നു. അതേ തുടർന്ന് അവർ രാജിവെക്കുന്നു. എന്നിട്ട് അവർ പുറത്തേക്ക് ഇട്ടത് എന്താ? ആരുടെയും പാവയാവാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് നിലപാടുകളുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇത് വല്ലതും ആണോ രാജിവെക്കാൻ കാരണം? മര്യാദക്ക് കണക്ക് കൊടുത്തില്ല. യഥാർത്ഥ കണക്ക് ഞങ്ങളെ മുന്നിൽ അവതരിപ്പിക്കൂ എന്ന് അംഗങ്ങൾ പറഞ്ഞു. അതിന് പേടിച്ചു പോയി, അതിന് കഴിഞ്ഞില്ല. എന്നിട്ട് ഇതിന് കഴിയാഞ്ഞിട്ട് ഇവരെന്താ ചെയ്തോ? എനിക്കൊരു 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, ഏറ്റവും കുറഞ്ഞത് 45 ദിവസമെങ്കിലും സമയം തരൂ, അതിനുള്ളിൽ ഞാൻ കണക്ക് അവതരിപ്പിച്ചോളാമെന്ന്. 10 മാസം ഇവർ ചുമതലയേറ്റിട്ട്
10 മാസത്തെ കണക്ക് പോലും അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശേഷിയില്ലാത്ത, ഒരു സംഘടനയെ നയിക്കാൻ ത്രാണിയില്ലാത്ത ആളാണ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. അത്രയും ഗതികെട്ട ഒരു കമ്മിറ്റിയെ അമ്മയിലെ മറ്റ് അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചവിട്ടി അങ്ങോട്ട് പുറത്താക്കി. കസേര തെറിക്കുമെന്ന് ഉറപ്പായപ്പോൾ ശ്വേതാ മേനോൻ രാജിവെച്ചു. അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചു. അതാണ് ഉണ്ടായത്. സ്വന്തം കഴിവില്ലായ്മ ഉണ്ണി ശിവപാലിന്റെ തലയിലും ബാബുരാജിന്റെ തലയിലും മുൻ കമ്മിറ്റി അംഗങ്ങളുടെ തലയിലും ഇട്ടിട്ട് കൈ കഴുകി രക്ഷപ്പെടാനാണ് ശ്വേതാ മേനോൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർക്കൊരു സംഘടന നയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അതിനുള്ള പക്വതയില്ല, അതിനുള്ള ആർജവമില്ല. അതിന്റെ ഏറ്റവും വലിയ പരാജയമാണ് കണക്ക് അവതരിപ്പിക്കേണ്ട ദിവസത്തിൽ അംഗങ്ങളോട് എനിക്കൊരു 45 ദിവസം കൂടി അനുവദിച്ചു തരൂ എന്നുള്ള ഗതികെട്ട അവസ്ഥ. അവരുടെ നേതൃത്വപരമായിട്ട് അവർ എത്രത്തോളം പരാജയമാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. എന്നിട്ട് ആ കുറ്റം നിർബന്ധിച്ച് ലീവിന് പറഞ്ഞയച്ച ഉണ്ണി ശിവപാലിന്റെ തലയിലിടുക, മുൻ കമ്മിറ്റി അംഗമായ ബാബുരാജിന്റെ തലയിലിടുക. സ്വന്തം കഴിവുകേടാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യതക്കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ അമ്മ സംഘടന ഒരു സ്പോൺസർഷിപ്പ് പിടിച്ച ഒരു വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. വലിയ വിവാദം എന്ന് പറയുന്നത് ദല്ലാൽ നന്ദകുമാർ ഇവർക്കൊരു സ്പോൺസർഷിപ്പ്, ഒരു മതവുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസർഷിപ്പ് ഒരു തുകക്ക് ഓഫർ ചെയ്തു. ശ്വേതാ മേനോനും അവരുടെ കൂടെയുള്ള 1-2 ആളുകളും സ്വീകരിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഈ അൻസിബ എന്ന ഈ കുട്ടി പറഞ്ഞു, മതപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഓഫറുകൾ സ്പോൺസർഷിപ്പ് എടുക്കാൻ പാടില്ല എന്ന ന്യായമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതിനെ തുടർന്ന് ഈ അൻസിബ എന്ന കുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇവരൊക്കെ അയച്ചുവിട്ടിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രചാരണം എന്ന് പറയുമ്പോൾ വൃത്തികെട്ട പ്രചാരണങ്ങൾ. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാളായിരുന്നു ടിനി ടോം. ടിനി ടോം പറഞ്ഞെന്താ അറിയോ? ടിനി ടോമിന്റെ ഡ്രൈവറെ അൻസിബ ഹസൻ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചു. മുസ്ലിങ്ങളൊക്കെ ഈ നാട്ടിൽ തീരെ ഇല്ലല്ലോ, വളരെ കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലൊക്കെ മതം മാറ്റിയിട്ട് വേണം ഇവിടെ മുസ്ലിങ്ങളെ ജനസംഖ്യ കൂട്ടാൻ. തീരെ ഇല്ല, ഒറ്റ മുസ്ലിങ്ങളില്ലേ ഈ നാട്ടിൽ. അതുകൊണ്ടാണ് ടിനി ടോമിന്റെ ഡ്രൈവറൊക്കെ മതം മാറ്റാൻ നോക്കിയത്. അത്രയും ഗതികേട്ടിലാണല്ലോ മുസ്ലിങ്ങൾ. എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് അത്രയ്ക്ക് ട്രോമ ഉണ്ടാക്കിയ രീതിയാണ് അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് ആരെ കുറിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷ്മിപ്രിയ എന്ന സ്ത്രീയെ കുറിച്ചാണ്. ഈ ലക്ഷ്മിപ്രിയയും ഈ അൻസിബക്കെതിരെ എന്താണ് പറഞ്ഞത്? അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികളാണെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു സംഘടനയുടെ പ്രശ്നത്തിന് ഇവർ കാരണം പറയുന്നത് മത തീവ്രവാദിയാണ്, മതം മാറ്റാൻ ശ്രമിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ നഴ്സറി കുട്ടികളെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ 10-50 വയസ്സായ മുതുക്കന്മാരാണ്. ഇവരാണ് പറയുന്നത് ഒന്നിനും നഴ്സറി കുട്ടികളെ പോലെ ആ മതം മാറ്റാൻ നോക്കി, ഈ മതം മാറ്റാൻ നോക്കി, മത തീവ്രവാദികളാണ്. ഞാൻ ഇതിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, അറബി പേരുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത്, പ്രതിസന്ധി സമയത്ത്, നമ്മൾ സാധാരണ നാടൻ ഭാഷ പറയില്ലേ, എന്തോ ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെ, അതുപോലെ ചെയ്ത് തോൽപ്പിക്കുന്ന പോലെ തന്നെയാണ് ഈ മത തീവ്രവാദം, മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇവർക്ക് പ്രതിരോധിക്കാനാണ്. വേറെ ഒരു നിലക്കും ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അതിനുള്ള പാങ്ങില്ല, അതിനുള്ള കഴിവ് ഇവർക്കാർക്കും ഇല്ല. എല്ലാ കഴിവും കെട്ടവൻ, ഒരു കഴിവും ഇല്ലാത്തവൻ, ഒരു നിർഗുണൻ, പിന്നെന്താ ചെയ്യുക? അതിന്റെ അവസാനത്തെ ആയുധം കൊടുക്കും. എന്ത്? മതം. ഈ മതം എടുത്ത് വീശുന്നവരുടെയൊക്കെ സൈക്കോളജി ഇതാണ്. അടിസ്ഥാനപരമായി ഈ മതം എടുത്ത് വീശി ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് എന്ന് പറയുന്ന ഒരു നിർഗുണ ജന്മങ്ങളായിരിക്കും. ഒന്നിനും കൊള്ളാത്തവരായിരിക്കും. ഒന്നിനും കൊള്ളാത്ത, എല്ലാ മേഖലയിലും തോറ്റ ഇവര് അവസാനം എടുത്ത് വീശുന്ന, പ്രതിരോധത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അവസാനം എടുത്ത് വീശുന്ന ആയുധമാണ് മതം. അൻസിബയുടെ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയായിരുന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് ടിനി ടോം. യോഗത്തിന് വന്ന മിണ്ടാതെ പോവാ, പൂച്ച പോലെ. ആ പെണ്ണിനെതിരെ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞവനാണ്. ഇപ്പൊ അവന് ഒരു മിണ്ടാട്ടം ഇല്ല. എന്താ മിണ്ടാട്ടം ഇല്ലാത്ത? നല്ല വിമർശനം അകത്തുനിന്ന് കേട്ടിട്ടുണ്ടാവും, വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മിണ്ടാതെ പറഞ്ഞുകൊണ്ടല്ല. ലക്ഷ്മി എന്താ ലക്ഷ്മി സംഭവിച്ചത്? എനിക്കൊന്നും പറയാനില്ല. ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? എനിക്കറിയില്ല.
ഇതിപ്പോ സേത പറയുന്നു, സേത പൂർണ്ണമായിട്ട് രാജിവെച്ചു, ഞാനും രാജിവെച്ചു, അംഗത്വം ഉപേക്ഷിച്ചു. അംഗത്വം ഉപേക്ഷിച്ചു, ലക്ഷ്മി അംഗത്വം ഉപേക്ഷിച്ചു. അതായത് ലക്ഷ്മിപ്രിയ എന്ന മുൻ വൈസ് പ്രസിഡന്റ്, അമ്മ അസോസിയേഷന്റെ മുൻ വൈസ് പ്രസിഡന്റ് രാജിവെക്കുകയും അവർ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുപോലും രാജിവെച്ചു. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ശക്തമായ പ്രതിഷേധം കൊണ്ടോ നിലപാട് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അമ്മയിൽ തുടർന്നാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതവർ കണ്ടറിഞ്ഞു. അതിനെ തുടർന്ന് അവർ രാജിവെച്ചു. ഇത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ല ധീരമായ നിലപാടൊന്നും ആരും വിചാരിക്കണ്ട. ഇത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇവർക്ക് നല്ല വിമർശനം കേട്ടിട്ടുണ്ടാവും. ഇവരാണ് മറ്റേ സാധനം കൊടുക്കുന്നത്. ഏത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കഴിവില്ലാത്തവർ എടുത്ത് വീശുന്ന സാധനം, മത തീവ്രവാദികൾ ഇതിന്റെ പിറകിലുണ്ട് എന്ന അവസാനം ഇതുവരെ അവിടുന്ന് അവസാനം അവർക്ക് ഗതികെട്ട് രാജിവെച്ച് പോകേണ്ട അവസ്ഥ. ഇത് കേൾക്കുന്ന ആളുകളെ അമ്മ അസോസിയേഷന്റെ അകത്തുള്ള ആൾക്കാരോട് ഈ അൻസിബക്ക് പിറകെ മത തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ അവര് ഇതുപോലെ എത്ര ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവരെ മുന്നിൽ ചെന്നിട്ടാണ് ഇമാര് വർത്തനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരിത് കേട്ട് പാടെ പറഞ്ഞിട്ടോ, ശരി 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 വിട്ടോ പറഞ്ഞു. അങ്ങനെ വിട്ടു. അത്ര തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ലക്ഷ്മി? എനിക്കറിയില്ല. കാരണം ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ ഇതിലൊരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നരേഷൻ മാത്രം വിശ്വസിക്കുന്നു. നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അവർ ഒരു സൈഡ് മാത്രം കേൾക്കുന്നു എന്ന പരാതിയാണ് പറഞ്ഞത്. അതായത് ഇവര് നയിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഇവർക്ക് വോയിസ് ഇല്ലാന്ന് ഇവർ തന്നെ പറയാന്ന്. അത് ഒരിക്കലും ഉണ്ടാവില്ല. ഇവര് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അതിന് കൗണ്ടറായി അൻസിബ കാരണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ആ കാരണം ജെനുവിനാണ് എന്നുള്ളത് അംഗങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇവര് പറയുന്ന ആരോപണങ്ങൾ വെറും നഴ്സറി കുട്ടികളെ ആരോപണമാണ്. മതം മാറ്റം, തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നത് വെറും നഴ്സറി പിള്ളേരെ ലെവലിലുള്ള സാധനങ്ങളാണെന്നും അംഗങ്ങൾക്ക് ബോധപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ സംഭവിച്ചത് എന്താ? ജെനുവിനായിട്ട് കാര്യം പറയുന്ന അൻസിബക്ക് അറ്റൻഷൻ കിട്ടി. ഇത്തരത്തിൽ ബ്ലണ്ടറുകൾ മാത്രം പറയുന്ന ആളുകളെ ആരും മെയിൻറ്റ് ചെയ്തില്ല. അതിന്റെ പരാതി തന്നെയാണ് അവര് പറയുന്നത്. അതിനെ തുടർന്ന് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ രാജിവെച്ചു. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ധീരമായ നിലപാടൊന്നുമല്ല. അപ്പൊ അമ്മ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ അതൊരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. രമേശ് പിഷാരടി, KB ഗണേഷ് കുമാർ, ദേവി ചന്ദ്ര, കലാഭവൻ ഷാജോൺ മാത്രമല്ല തുടർന്ന് 5ഓളം ആളുകൾ. ഇത്തരം ആളുകളാണ് നിലവിൽ അതിനെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് ലീഡ് ചെയ്യുന്നത്. ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതായാലും 3-4 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന പുതിയ കമ്മിറ്റി നിലവിൽ വരും എന്നൊക്കെ അറിയുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ നയിക്കാൻ വരട്ടെ, സ്ത്രീകൾ മുന്നോട്ട് നിന്ന് നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായ അവസ്ഥ ഒരു കൊല്ലം പോലും തേക്കാൻ സാധിച്ചില്ല. ഇത് സ്ത്രീകളുടെ കുഴപ്പമില്ലാന്നേ. ഈ പക്വത ഇല്ലാത്ത നഴ്സറി കുട്ടികളൊന്നും ഇങ്ങനത്തെ സംഘടനയുടെ ഭാഗമാക്കരുത്. ഇതൊരു അമ്മ എന്ന സംഘടനയുടെ മാത്രം വിഷയമല്ല. ഏത് സംഘടനയായാലും അത് നയിക്കാൻ വരുന്നവന് പക്വതയുണ്ടോ എന്നുള്ളത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പക്വതയില്ലാത്ത ആളുകൾ ഈ സംഘടനയെ കൊണ്ട് ഇക്കോളത്തിലാക്കും. ഇത് എല്ലാ സംഘടനകൾക്കും ഒരു പാടാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി എത്തിക്കുന്നു. മറ്റു വീഡിയോമായി ഒട്ടും വേഗത്തിൽ തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.